ഇതെന്ത് വയസ്സ്? മിനിമം 90 വയസ്സാണ് വയസ്സായിന്ന് പറയാം അല്ലെ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സാക്ട് ഓണം വൈബാണ്. ഏത് മൂഡ്? ഓണം മൂഡ്. കണ്ടാ 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 എല്ലാരും പണിയെടുക്കുവാണോ അതോ ആക്ട് ചെയ്യുവാണോ? ഇത് വിറ്റിട്ട് വേണം നമുക്ക് കൊടീശ്വരനാവാം. ഞങ്ങള് പെട്ടെന്ന് റെഡി ആയി. ഇനി നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. ഒത്തര ബസാറിൽ വന്നതാണ് കേട്ടോ. അതെ ഇവിടെ ഉണ്ടോ ഫേക്ക് പൂക്കളം. ഞങ്ങള് ഇവിടെ നിന്ന് പൂക്കളത്തിന് ഭയങ്കര വില കേട്ടോ. പൂക്കളത്തിന് നമ്മൾ വിചാരിച്ച വിലയൊന്നും അല്ല. കുഞ്ഞാ സാർ ഹാപ്പി ആയാ? ഇഷ്ടപ്പെട്ടാ? Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Tash and welcome to yet another vlog. And ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നാട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മൾ രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നേക്കാണ്. ഈ പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാനും അമ്മയും വാവയുണ്ട്. ആക്ച്വലി ഞാനൊരു ബ്രാൻഡ് വർക്കിനാണ് വന്നത്. ഇന്നലെ ഒരു ബ്രാൻഡ് ലോഞ്ച് ഉണ്ടായിരുന്നു, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നലത്തെ എനിക്ക് കുറച്ച് ഹെക്റ്റിക് ഡേ ആയിരുന്നു, ബിക്കോസ് ഞാൻ ട്രെയിനിൽ ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ളൊരു നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് എണീറ്റിട്ടാണ് ഇവന്റിന് റെഡി ആയിട്ടൊക്കെ പോയത്. ഇവന്റ് വാസ് അടിപൊളി, നല്ലൊരു ബ്രാൻഡ് ഇവന്റ് ആയിരുന്നു കേട്ടോ. അത് എലിയോർ എന്ന് പറഞ്ഞിട്ടൊരു സ്കിൻ കെയർ ബ്രാൻഡിന്റെ ലോഞ്ച് ആയിരുന്നു. ദേ ആർ ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഗോകുലം ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ലോഞ്ച് ഇവന്റ് ആയിരുന്നു. ഐ ലവ് ദ ഇവന്റ്. ഞാൻ പിന്നെ ഓർത്തശ വ്ളോഗ് ചെയ്താൽ മതിയായിരുന്നു, ബിക്കോസ് കാളിദാസ് ജയറാമും ബേബി നയൻതാര പിന്നെ ഷറഫുദ്ദീൻ ഒക്കെ ആയിരുന്നു അതിന്റെ മെയിൻ ഗസ്റ്റ്, അലോങ് വിത്ത് ഗോകുലം ഗോപാലൻ സർ. പിന്നെ രഞ്ജിനി ഹരിദാസ് എന്ന ഹോസ്റ്റ്. എനിക്ക് എന്തൊരു സന്തോഷമായെന്ന് പറയാം രഞ്ജിനിനെ കണ്ടപ്പോൾ. എനിക്ക് രഞ്ജിനിനെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുണ്ടോ. ഞാനിങ്ങനെ കോളേജിലൊക്കെ നമ്മൾ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമ്പോൾ രഞ്ജിനിന്റെ പോലെയാണെന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് എന്തോ ഓടി കിട്ടിയ മാതിരിയൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ എനിക്ക് രഞ്ജിനീനെ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്രയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സ്റ്റോറി റിയാക്ഷനൊക്കെ ചെയ്ത് അങ്ങനെ ചെറിയ സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ആരടുത്താണ് പറയുകയും ചെയ്തു എനിക്ക് രഞ്ജിനീനെ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രഞ്ജിനീനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ നല്ല പിന്നെ അവരുടെ കോ ഫൗണ്ടേഴ്സ് അടിപൊളിയായിരുന്നു, ഒരു കപ്പിളായിരുന്നു. മൊത്തത്തിലൊരു സൂപ്പറായിട്ടുള്ള ഇവന്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെൽ ഓർഗനൈസ്ഡ്, അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 7-7:30 കഴിഞ്ഞു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഉറങ്ങാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ ഇന്നലെ മൊത്തം ബിസി ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനമ്മേനൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ന് നമ്മളുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേ ഷോപ്പിംഗ് ഫോർ കൺമണിയുടെ ബർത്ത്ഡേ ആണോ സെപ്റ്റംബർ 1 4 വയസ്സാവാൻ വേണ്ടി പോകണ പെണ്ണിന്. ഈ റൂമിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്തോരം പ്രഗ്നൻസി വീഡിയോസ് ചെയ്തതായിട്ടാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തോരം പ്രഗ്നൻസി റിലേറ്റഡ് വ്ളോഗ് ചെയ്തൊരു റൂമാണിത്. അപ്പോൾ 4ാമത്തെ ബർത്ത്ഡേക്ക് അവൾക്ക് ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്, ഫ്രോസൺ തീംഡ് ഡ്രസ്സ് വേണം അത്ര. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ബാങ്കിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സോ ഐ തോട്ട് വി വിൽ വ്ളോഗ് ടുഡേ. അപ്പോൾ ഞങ്ങൾ എണീറ്റ് കുറച്ച് നേരമായിട്ടുള്ള പല്ലൊക്കെ തേച്ചിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങി. ബിക്കോസ് മിന്നാന്ന് ഞാൻ ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെ പോണോ? ഇന്ന് എവിടെയാ പോണ്ടേ? എന്താ ലെലിഗുടുപ്പ് വാങ്ങിക്കാനാണല്ലേ. അമ്മ എന്തുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്. നല്ല വിശേഷം. ഗുഡ് മോർണിംഗ്. അമ്മ ആകെ തിരക്കാണ് ഇവിടെ. ഇല്ല, ചോദിക്കാച്ചപ്പെടുത്ത് ചോദിക്കും പറഞ്ഞിട്ടുണ്ടോ? ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ബർത്ത്ഡേ ഡ്രസ്സ് എന്താണെന്ന് മുടിയാട്ടോ. ഗുഡ് മോർണിംഗ്. അച്ഛൻ ഭയങ്കര വർക്കിലാണ് രാവിലെ. അമ്മ എന്തുണ്ട്? നാട്ടിലേക്ക് അപ്രതീക്ഷിതമായ ഒരു വരവ്. അതെ, ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നു. എന്താ നീ കാണിക്കുന്നത്? പെട്ടെന്നൊരു വരവ്. അത് തന്നെ ഇന്ന് വൈകുന്നേരം തിരിക്കുകയാണ്. പടപടയെന്നല്ലേ? 2 ദിവസം. ഓ എൻ്റെ അമ്മ. ഡാ പൊടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? വാടാ എണീറ്റ് വാടാ. ഓ വാടാ എവിടെ? അമ്മ കഴിച്ചാ? അമ്മ അച്ഛനമ്മ കഴിച്ചു. ഹായ് ആണല്ലേ. പോടാ. അശോ, ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ ഫുൾ ബിസിയാണ്. നമ്മള് തിരക്ക് പിടിച്ച സമയത്താണ് വന്നത്. എന്താ കാര്യം വെച്ചാൽ ഇവിടെ അടുത്ത ശനിയാഴ്ച അല്ലേ അമ്മേ? അല്ല, ഈ ഞായറാഴ്ച ഇവിടെ ഇവർക്ക് കരയോഗത്തില് ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിന്റെ പൊരിഞ്ഞു തിരക്കാണ്. ഇവര് മറ്റേ ഓണം എക്സിബിഷന് വെക്കാൻ വേണ്ടിട്ട് ശർക്കര പുരട്ടി, വറുക്കൽ, പിന്നെ ഇവിടെ മറ്റേ ചിപ്സ് നാലെണ്ണം ഇതിൻ്റെ ഉള്ളില് ചിപ്സ് ഞാൻ കാണിച്ചുതരാം, ഒരു മിനിറ്റ്. കണ്ടോ, കുറേ ശർക്കര പുരട്ടി ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മളുടെ
ചിപ്സ് ഇങ്ങനെ 4 കട്ട് ചെയ്തിട്ട് വറക്കൽ. അങ്ങനെ ഇവര് കുറെ ദിവസങ്ങളായി തുടങ്ങിയ വറക്കൽ പൊരിക്കൽ. ഇതൊന്നും അല്ല കേട്ടോ, കുറെ ഉണ്ട് ചെയ്തോണ്ടിരിക്കും. ഇത് ചെറിയൊരു ഭാഗം അല്ല, ഇത് എന്തോരം ഉണ്ട്? ഇത് എത്ര ഭാഗമായി? ഇത് ശർക്കര ഉപ്പേരി ഒരു 125 പാക്കറ്റ് കഴിഞ്ഞു. എത്ര കിലോ? അങ്ങനെ പറ, ഞാൻ ഞെട്ടുള്ളൂ. 35 കിലോ. 35 കിലോ. മറ്റേതാ 4 വറുത്തതാ? കായ വറുത്തത് 30 കിലോ കഴിഞ്ഞു. ഇന്ന് വറക്കാൻ പോകുന്നു. ഇവര് മൊത്തത്തിൽ 300 കിലോ അല്ലെ? 300 കിലോന്റെ ചിപ്സ് ആണ് ഇവിടെ വറുത്തോണ്ടിരിക്കുന്നത്. ഇനി ബാക്കി ഇന്ന് വരും അല്ലെ? ചിപ്സും ശർക്കര വരട്ടിയും 4 കീറിയതും. ചിപ്സ് ഇല്ല കേട്ടോ, ഈ സാധനമാണ്. ഇങ്ങനെ 4 വറുത്തത്, ഈ 4 വറുത്തത് ആൻഡ് ഓൾസോ ലോഡ് ആൻഡ് ലോഡ് ഓഫ് ശർക്കര വരട്ടി. ഇതാണ് ഇവരുടെ മെയിൻ സംഭവം. അപ്പൊ ഇതാണ് വറുത്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? വേറെ എന്തൊക്കെയാണ് ഉള്ളത്? സാമ്പാർ പൊടി ഇവിടെ എവിടെ? ആണോ? സെയില് കിടന്നിട്ട് ഇവിടെ നമ്മുടെ അമ്മ വാങ്ങിയത് ഇവിടെ. അതെ, സാമ്പാർ പൊടി. പിന്നെ വേണ്ട, സാമ്പാർ പൊടി, വടുകപ്പുളി ഉണ്ടാക്കണം, പുളിഞ്ചി ഉണ്ടാക്കണം. അങ്ങനെ ഇവര് ആണാ? ഇത് ഉണ്ടാ അടുത്ത ആൾക്കാർ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ ബിസിനസ് ആണ് കേട്ടോ, നല്ല രസമാണ്. ഇപ്പൊ ഓണം എക്സിബിഷനിലും അമ്മയും കുറെ ആന്റിമാരുണ്ട്. ഇത് 18 പേരല്ലേ അമ്മേ? 18 പേരല്ലേ ആന്റിമാര്? 18 പേര് ആന്റിമാരല്ലേ സംഘത്തില്? 18. ഇത് എന്താ വെച്ചാ കടുമാങ്ങക്കറി. ഇതൊക്കെ ഇവരുടെ സൈഡ് ബിസിനസ് ആണ്. ആണ്, അരി കൊണ്ടാട്ടോ. വിറ്റ് തീർന്നാ? വാവ്. അപ്പൊ ഇവര് ഇങ്ങനെ എല്ലാ ഓണത്തിനും ഇത് ഇവിടെ എന്താണ് നമുക്ക് കരയോഗത്തിന് എക്സിബിഷൻ വെക്കാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ ഒരു 10-18 സംഘം ആന്റിമാര് ഉണ്ടാക്കിയിട്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ട്. നല്ല രസമാണ്. 300 കിലോ കായൊക്കെയാണ് വറക്കണത്. എന്റെ അമ്മേ. അപ്പൊ അങ്ങനെ കുറച്ച് മൺഡേ മുതലല്ലേ അമ്മ തുടങ്ങിയേ? മൺഡേ അല്ലല്ലേ അമ്മ? സൺഡേയാ? അല്ല, എന്ന് മുതൽ തുടങ്ങിയത് വറക്കാൻ? സാറ്റർഡേ തൊട്ട് തുടങ്ങിയ പൊരിഞ്ഞ് വറക്കലാണ്. തീർന്നിട്ടില്ല. ഇന്ന് അടുത്ത സെറ്റ് അരിമാരി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും ശരിക്കും നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. ഇവർക്ക് നമ്മുടെ വീട്ടിലാണ് ഫ്രൈ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൊത്തം നല്ല ബഹളമാണ്. അപ്പൊ ഇന്നലെ ഞാൻ കുറച്ചു നേരം കണ്ടു ബഹളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഇവന്റിന് പോയതുകൊണ്ടാണ് ഫുൾ ബഹളങ്ങൾ ഞാൻ കാണാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ബിസി ഓണം എക്സിബിഷൻ. ഓണത്തിരക്കിന്റെ തിരക്കുകളാണ്. ഓക്കെ, അപ്പോൾ യെസ്, അതാണ് സംഭവം. അപ്പോൾ ഞാനപ്പോൾ ഇത് നിർത്തിയിട്ട് വേഗം പോയി ഭക്ഷണം കഴിക്കട്ടെ. ബിക്കോസ് നമുക്കൊരു 10:11 മണിക്കുള്ളിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. അത് വൈകിയേ ശരിയാകത്തില്ല. ബിക്കോസ് നമുക്ക് ഇന്ന് തന്നെ ട്രെയിൻ ആയതുകൊണ്ട്, തിരിച്ച് ട്രെയിൻ 7:30 ട്രെയിൻ ആയതുകൊണ്ട് ഒന്നും ഡിലേ ആവാൻ പാടില്ലല്ലോ. ബാക്കിയെല്ലാം കറക്റ്റ് സമയത്ത് പോയില്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലിയും പിന്നെ ഇതാണ് മാങ്ങാ ചട്നി. തേങ്ങാ ചട്നി. എന്തൊക്കെയാ പറഞ്ഞേ? തേങ്ങാ ചട്നി. നീ കഴിക്കുന്നുണ്ടോ? ചമ്മന്തി പറയേ. ചമ്മന്തി ആക്കട്ടെ നിന്നെ ഇടിച്ച്. കഷ്ടമില്ലാത്ത മനുഷ്യനെ പിടിച്ച് ചമ്മന്തി ആക്കേണ്ട ആവശ്യം കിട്ടുകടാ? ചോയ്ക്ക്. അവിടെ നമ്മള് വീട്ടില് വെച്ച് എന്തിനാ അച്ഛമ്മ ചമ്മന്തിയാക്കണേ? അവിടെ വെച്ച് നമ്മളെങ്ങാനും കിരൺ ഇടി തരും എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പത്തേക്ക് അയ്യോ എന്റെ ഡാഡ് പ്രിൻസസ് ലലിഗോ എന്ന് പറഞ്ഞത് മറ്റേ എൽസനാണ് പറഞ്ഞത്. എന്റെ ഡാഡ് ബ്യൂട്ടിഫുൾ പ്രിൻസസ് ലലിഗോ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. ഭയങ്കര തന്ത സ്നേഹ, അപ്പരോട് ഭയങ്കര സ്നേഹ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തുകൊണ്ട് നമുക്ക് റെഡി ആവാൻ. സൂക്ഷിച്ചു പോ. കേറിപ്പെടാ. യെസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു, ചായ കുടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആവാം. വൈകി. യെസ്, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയി. ഇനി നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. 9:40 പക്ഷേ 10:40 9:40 യെസ്. അപ്പോൾ കുഞ്ഞാപ്പി താഴത്തേക്ക് റെഡി ആയി പോയിട്ടുണ്ട്. അമ്മ റെഡി ആയിട്ടുണ്ട്. ഞാൻ മാത്രം ലാസ്റ്റ് മിനിറ്റ് എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. സോ ലെറ്റ്സ് ഗോ. അമ്മേനെ പെർഫ്യൂം ഉണപ്പിക്കുക. പോവാം. എടാ പോവാടാ. അമ്മീമ്മ വരണുണ്ട്, നീ വരണുണ്ട്. അച്ഛമ്മേനെ കൊണ്ടുപോണില്ലേ നീ? അച്ഛമ്മ വന്നു. പോവാമ്മ. ഇപ്പോഴാണ് എല്ലാവരും വിളിക്കണേ അല്ലേടാ. ഇറങ്ങി നിന്നിട്ട്
ഇവിടെ അമ്മ മൊത്തമായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കാറ്റ് കൊണ്ടിട്ട് പറന്നു പോയതാണ് അല്ലേ? അതായിരിക്കും. അതെ, അങ്ങനെ അത് തന്നെ അമ്മ. പക്ഷെ അതല്ല, പക്ഷെ അമ്മ എല്ലാ വർഷം ഒരു മുടക്കില്ലാണ്ട് ഇടും. അതാണ് കാര്യം. ആ എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 10 ദിവസം അല്ലേ അമ്മേ പൂ പറിച്ചിടുന്നത്. നമ്മളിവിടുത്തെ പൂക്കള് തന്നെ വാങ്ങിക്കാറൊന്നുമില്ല. അതാണ് നമ്മള് വെണ്ടൊക്കെ ഇടുവായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ നാൾ കഴിഞ്ഞപ്പോ ആരും ഇങ്ങനെ ഇടുന്നില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മ ഇപ്പൊ ഇടുന്നുണ്ട്. അമ്മയ്ക്ക് അപ്പൊ ക്ലാപ്പ്. നമ്മള് വലിയകാട്ടില് പോലീസിൽ ഓടി വന്നപ്പോഴത്തേക്കും 9:30 കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി. പക്ഷെ തുറന്നിട്ടില്ല. 11 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രോഡ്വേയിൽ പോകാനുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് വേഗം റീറൂട്ട് ചെയ്ത് നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകാനുണ്ടാവും. ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. പക്ഷെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകാനുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്ത് എല്ലാ ഫ്ലോസും സെറ്റായി വരുമ്പോൾ നമ്മൾ കുറേ സമയം വേണ്ടി പോകും. നമുക്ക് ആദ്യം വൈകുന്നേരം വരെ കുറേ സമയമേ ഉള്ളൂ. 100 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഇപ്പോൾ ബ്രോഡ്വേയിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. പർച്ചേസ് ചെയ്തൊക്കെ ഷൂസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഷൂസല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ പല പ്രാവശ്യം നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ അവിടെ ഒന്ന് പോയി നോക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പോൾ നമുക്ക് നേരെ ബ്രോഡ്വേയിലേക്ക് പോകാം. ഞങ്ങളുടെ ഷൂസിൻ്റെ പർച്ചേസിങ്ങിനാണ്. ഓക്കെ ആണോടാ? ഇഷ്ടപ്പെട്ടാ? കംഫർട്ടബിൾ ആണോ? എന്തത് ആയാല് അടുത്ത ചെരുപ്പ് ട്രൈ ചെയ്ത് നോക്കാം. യൂണിക്കോൺ തീം. കുഞ്ഞി എന്തൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ. എവിടെ ഇത് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇത് എന്തായാലും എടുക്കണം. അതെ, ഹീൽസ് ഉള്ളതുകൊണ്ട് പറ്റണില്ല. നടക്കാൻ പറ്റണ്ട തോന്നി. നടന്നു പോവാൻ നോക്കട്ടെ. ഓ മൈ ഗോഡ്, വെരി പ്രിറ്റി. അവിടെ ഇപ്പൊ ഓ മൈ ഗോഡ്, സോ ഗുഡ് അല്ലേ? ഇഷ്ടപ്പെട്ടാ കുഞ്ഞാപ്പ? ഇതിട്ടപ്പോഴാണ് നടക്കാൻ പറ്റുന്നത്. മറ്റേ അത് ഹീൽസ് ഉണ്ട് അതിന്. അതാണ് കാര്യം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെരുപ്പ് കാണാൻ വേണ്ടിട്ട്. ഹീൽസ് ഉള്ളതുകൊണ്ട് കൊച്ചിന് അത്ര കംഫർട്ടബിൾ അല്ല. അടുത്ത ചെരുപ്പും കൂടി ഇട്ട് നോക്കുകയാണ് ഒരു സേഫ്റ്റിക്ക്. നമുക്ക് ഇതുപോലത്തെ ചെരുപ്പൊക്കെ അവിടെ കിട്ടാൻ ഇച്ചിരി പാടാം. അത് ഓക്കെയാണോടാ കണ്ണ? ആണോ? നടക്ക്. ആയി, നല്ല രസമാണ്. സൈസാണോ? ഇവിടെ നിറച്ച് ക്രോക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഉണ്ണിക്കുട്ടിക്കും കൂടി ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അവൻ നല്ലൊരു ക്രോക്സ് കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വേസ്റ്റിന്റെ കൂടെ വേസ്റ്റുകാർ എടുത്തോട്ട് പോയി. നല്ല പുതിയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. മെഷർമെന്റ് ഒക്കെ കണ്ണപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കണ്ണപ്പൻ അയച്ചു തന്നു. അതനുസരിച്ച് അവനെ ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കുഞ്ഞു സാർ ഹാപ്പി ആയാ? ഇഷ്ടപ്പെട്ടാ? പോവാ നമുക്കിനി. ബാഗ് പാക്ക് ചെയ്യാൻ തിരക്കില്ല. നമ്മൾ മേത്തർ ബസാറിൽ വന്നതാണ് കേട്ടോ. അതെ, ഇവിടെ ഉണ്ടോ ഫേക്ക് പൂക്കളും. ഇത് നോക്കി, അടിപൊളിയല്ലേ? അവിടെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആണോ കുഞ്ഞു? കൊള്ളാം. അവിടെ നടക്ക്. ഇവിടെ നമ്മള് മേത്തർ ബസാറിൽ വന്നപ്പോ എന്താ ഓണത്തിന്റെ ഫീലറാണ്. ഇവിടെ ഫുള്ള് പൂക്കളം നോക്കി, ഫേക്ക് പൂക്കളം. എന്താ പറയുമ്പോ ഇവിടെ ടോയ് ഒക്കെ വാങ്ങിച്ചാലോ അല്ലേ? ഓണം ഇവിടെ മറ്റേ കൊറേ എന്താ പറയാ മുഖംമൂടികൾ അല്ലെ. ഈ സ്ഥലത്തിനോട് കറങ്ങി ഭയങ്കര ഇഷ്ടം. ബിക്കോസ് എപ്പോഴും ഇവിടെ നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല രസമല്ലേ. വലിയ ചക്ക ജമന്തിമാല ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വരൂ വേണ്ട ഫുള്ള പൂക്കളം. ഞങ്ങള് ഇവിടെ നിന്ന് പൂക്കളത്തിന് ഭയങ്കര വില കേട്ടോ. പൂക്കളത്തിന് നമ്മൾ വിചാരിച്ച വിലയൊന്നുമല്ല, വേറെ ലെവൽ വില. 750 രൂപ 450 രൂപയ്ക്കാണ്. ആ സമയത്ത് നമ്മൾ പൂ വാങ്ങിച്ച് പൂട്ടാ പോരെന്ന് ഞാൻ ആലോചിച്ചു. ഭയങ്കര റേറ്റാണ് പൂക്കളത്തിന്. നമ്മള് വണ്ടി വരണോണ്ട് പോകാൻ പറ്റണ. വെയിറ്റ് ചെയ്യും. ഇതിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? അതൊന്നും വേണ്ട, നിനക്ക് പൊടിയാണത്. അത് ഫുൾ വാങ്ങേണ്ടി വരും. അത് തന്നെ. നമ്മള് ബ്രോഡ്വേയിലൊക്കെ നടന്നില്ല. നമ്മൾ ആക്ച്വലി പാക്കിങ്ങിന്റെ കവർ നോക്കാനാണ് വന്നത്. അത് കിട്ടിയില്ല. പക്ഷെ എനിക്ക് വേറൊരു സാധനം കിട്ടിയ. ഇവിടെ പോയി അയ്യോ അത് വേറെ കേട്ടോ. നമ്മളുടെ മറ്റേ ഒറിജിനൽ പോലെ ഇരിക്കുന്ന മുല്ലപ്പൂ ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെ കിട്ടി. 2 മുഴം
120 രൂപ എന്നുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ഇനി ഞങ്ങളപ്പോൾ നമുക്ക് മാവേനെ കൊണ്ടൊക്കെ നടക്കല്ലേ, പാടായതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോത്തീസിലേക്ക് പോവാണ്. എനിക്ക് എപ്പോഴും മറ്റേ ചിക്കവേട്ടിൽ പോയാലാണ് ഈ പാക്കിംഗ് കവറൊക്കെ യൂഷ്വലി കിട്ടണത്. പക്ഷേ ഭയങ്കര അലച്ചിലായതുകൊണ്ട് ഇതിന് പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് പോയി നോക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയില്ല. സോ നമുക്ക് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ പോവാം. അല്ല കുഞ്ഞി, നമ്മളതേ പോത്തീസിലെത്തിയിട്ടാ. നമുക്ക് വേഗം തന്നെ ഷോപ്പിങ്ങിലേക്ക് കടക്കാം, സമയമില്ല. എങ്ങനെയുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞേ? അമ്മ നോക്ക്. ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. കൊള്ളാമോ? ബാക്കിലേക്ക് ഇറങ്ങി കാണിച്ചേ. എങ്ങനെയുണ്ട്? കറങ്ങ്. കണ്ട, ഇതാകുമ്പോൾ ആ ഡ്രസ്സിനൂടെ മാച്ച്, ചെരുപ്പിന്റെ കൂടെ. ഇഷ്ടായാ? ബർത്ത്ഡേ ഡ്രസ്സ് അമ്മീമ്മയുടെ വകയാണ്. അമ്മ പേ ചെയ്യാൻ വേണ്ടി പോയേക്കാം. ഇതേ പിടിക്കേ. അപ്പം അമ്മ ബർത്ത്ഡേ ഡ്രസ്സ് പേ ചെയ്യാൻ വേണ്ടി പോയേക്കണം. പിന്നെ എന്തിട്ടാണ്, പിന്നെ നമ്മൾ ഇനി ഒന്ന് മെറ്റീരിയൽസ് നോക്കാൻ വേണ്ടി. ഇപ്പം കഴിഞ്ഞ തവണ എനിക്ക് ഇവിടെ വന്നൊരു മെറ്റീരിയൽസ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുർത്ത മെറ്റീരിയൽസേ ഓർമ്മ ഉണ്ടാവില്ലേ? അപ്പോൾ അത് എനിക്ക് 1-2 കൂടി നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മട്ടാഞ്ചേരി പോകണം. ബാങ്കിൽ പോകാനുണ്ട് എനിക്കും അമ്മയ്ക്കും കൂടി. നല്ല ഓട്ടമുള്ള ദിവസമാണ്. ചെയ്യുമ്പോൾ സമയം തികയണില്ല. ഞങ്ങൾ ബ്രോഡ്വേയിൽ കുറച്ചധികം പാക്കിംഗ് സപ്ലൈസും കൂടി നോക്കാനേ, അവിടെയാണോ ഇവിടെയാണോ ലാഭം എന്നറിയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമുക്ക് അതിന് പോകാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നല്ല തിരക്കായിരുന്നു. അവിടെ നടക്കണം, ഈ വാവ നടക്കാത്തത് കൊണ്ട് എടുത്തോണ്ട് നടക്കണം. അതൊക്കെ ഭയങ്കര പാട്. ഈ നമ്മൾ ബ്രോഡ്വേയിലൊക്കെ വരുമ്പോൾ പിള്ളേരെ കൊണ്ട് ഒരിക്കലും വരരുത് എന്നുള്ളതാണ് സത്യം. അവരും ടയർഡാവും, നമ്മളും ടയർഡാവും. എവിടെ പോകണോ? ഇവിടെ വരൂ. അപ്പോൾ അവരും ടയർഡാവും, നമ്മളും ടയർഡാവും. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഐഡിയ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. അമ്മ ഇനി പേ ചെയ്ത് തന്നിട്ട് താഴത്തെ മെറ്റീരിയൽസിന് അങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ വീണ്ടും 3 മണിക്കൂർ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അവർക്ക് നല്ല രസമുള്ള ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മെറ്റീരിയൽ എടുത്തു. എനിക്ക് ഒരു ബ്ലൗസ് മെറ്റീരിയലും 2 കുർത്ത മെറ്റീരിയലും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ കളക്ഷൻ. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അത്ര നല്ല കളക്ഷൻ ഇപ്രാവശ്യം ഇല്ല. എനിക്ക് തീർന്നത് എനിക്ക് പിന്നെ കൂടുതലും ഓണത്തിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച അത്ര സാധനങ്ങൾ കിട്ടിയില്ല. എന്നാലും എനിക്ക് 2 കിട്ടി നന്നായിട്ട്. ഇവിടെ നമ്മൾ നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോവാണ്. അവിടെ പണ്ടാരീസ് അണ്ടർ ബിരിയാണിൻ്റെ ഒരു സ്ഥലമുണ്ട്. അടിപൊളി ബിരിയാണിയാണ്, സൂപ്പറാണ്. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നാട്ടിലുള്ള സമയത്ത് ഉണ്ണിക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അവിടെയാണ് പറയാറ്. ബർത്ത്ഡേൻ്റെ കാറ്ററിംഗ് ഒക്കെ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുത്തെ ബാങ്കിൽ പോകണം. അതാണ് പരിപാടി അല്ലേ അമ്മ? ടയർഡായ അമ്മ? ഇല്ല. വായിക്കാം. അത് തന്നെയാണ് ഇവിടെ കുറേ നേരമായി പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സാധനം നമ്മൾ വേറെ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഒരെണ്ണത്തിലേക്ക് തിരിച്ചു വരികയാണ് ഞങ്ങൾ. എനിവേസ് ലെറ്റ്സ് ഗോ. നമ്മളിവിടെ മട്ടാഞ്ചേരിയിലുള്ള പണ്ടാരീസ് ബിരിയാണിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ 2 മട്ടൻ ബിരിയാണി, 1 ചിക്കൻ ഫ്രൈ. ഉറപ്പം എണീറ്റല്ലേ? ബനാനയാ കഴിക്കാം. നമ്മൾ നല്ല യമ്മി ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ അമ്മയുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് അതമ്മ. അവിടെ നിന്ന് ഞങ്ങൾ ബാങ്കിലേക്ക് പോകാനുണ്ട്. ബാങ്കിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഞാനും ഭാവയും വീട്ടിലേക്ക് പോകും. അമ്മയ്ക്ക് അമ്മയുടെ 1-2 ഫ്രണ്ട്സിനെ കാണാനായിട്ട്. അപ്പോൾ അമ്മ അവരെയൊക്കെ കണ്ടിട്ടേ വരുള്ളൂ. ഞാൻ നേരത്തെ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് പാക്ക് ചെയ്യാനുണ്ട്. നമുക്കൊരു 6 മണി 6:30 ആകുമ്പോൾ ഇറങ്ങണമല്ലോ. അപ്പം ഞങ്ങൾ ഇവരുടെ കൂടെ അമ്മയുടെ കൂടെ ഇറങ്ങിയാണെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഞാനും പറഞ്ഞ ബാങ്കിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുമ്പോൾ അമ്മ വരും. അല്ലേ അമ്മ? ഞങ്ങൾ അങ്ങനെ ഒരു 3:15 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പൊരിഞ്ഞ് ചിപ്സ് വറുക്കൽ, ശർക്കര വരട്ടി വറുക്കലാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. ഇവിടെ ശരിക്കും ഓണം വന്നു.
കണ്ട ഇവിടെ വറുത്തിട്ട് ഈ എണ്ണ വലിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ പോലത്തെ സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇതൊന്നുമല്ല, ദേ കണ്ടോ ഇവിടെ നന്ന അടിപൊളിയായിട്ട് ഇതാണ് 4 കീറി വറുത്തേക്കണത്. കണ്ടോ നമ്മുടെ സാധാരണ ചിപ്സ് അല്ല, ചെറിയ ചെറിയ പീസസ് ആണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വറുത്തിട്ട് ഫ്രൈ ഉണങ്ങാൻ ഇട്ടേക്കണം എണ്ണ വലിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു പറ്റ ആൻറ്റിമാരിന്ന് പൊരിഞ്ഞ പണിയാണ്. ഹലോ എവരിബഡി, എന്തുണ്ട് വിശേഷങ്ങള്? അതെ അതെ, നമ്മുടെ വീട്ടില് ശരിക്കും ഓണം വന്നല്ലേ എല്ലാരും ഓണപ്പാച്ചല്ല. അത് തന്നെ എല്ലാരും അത്തത്തിന്റെ അന്ന് ഭയങ്കര പൊരിഞ്ഞ തിരക്കാണ്. എല്ലാരും പണിയെടുക്കുവാണോ അതോ ആക്ട് ചെയ്യുവാണോ? ഇപ്പൊ ആന്റിയുടെ ഒന്നും എനിക്ക് ഇടിയുള്ളൂ അല്ല ആന്റി, ഇത് ഇത്ര നേരം ഇവിടെ ഇളക്കിക്കൊണ്ടല്ലേ? ഇത് അരിയാൻ വന്നു. അതെ ഞാൻ പറഞ്ഞു, ഇത്ര നേരം രാധിക ആന്റി അവിടെ ഇളക്കിക്കൊണ്ട് നിന്നതാണ്. ആന്റി എപ്പോഴാ ആന്റി ഇവിടെ അരിയാൻ വന്നത്? ഇത് എന്നെ മാത്രം ഇല്ല കേട്ടോ, ശരിക്കും ഇവരെല്ലാരും പണിയെടുക്കുകയാണ്. അമ്മേന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം കറക്റ്റ് അല്ലേ? അമ്മ ഇവിടെ വീട് സൗകര്യം ചെയ്ത് കൊടുത്തോണ്ട് അമ്മ റെസ്റ്റ് എടുക്കണം അല്ലേ അമ്മേ? ഇല്ല, അമ്മയ്ക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അമ്മ വെറും കൈയോടെ നിക്കണേ സൂപ്പർവൈസർ. അതാ ഞാൻ അമ്മ വീട് തന്നു അല്ലേ അമ്മേ? എല്ലാവരും ബാക്കി ചെയ്തോണ്ടോ? അല്ല അതങ്ങനെയാണ്, എല്ലാവരും ഭയങ്കര വർക്കിലാണ് കേട്ടോ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും പണി? ആണോ അമ്മ? അമ്മ ഇല്ല, അതാ വേണ്ടത് അല്ലേ? അടിപൊളി അടിപൊളി കേട്ടോ. ഇവിടെ ഇവിടെ ഇത് ക്ലീനിങ് ആൻഡ് കട്ടിങ് ഏരിയ ആണ് അല്ലേ? ഇത് രാധികാരി അപ്പൊ കയ്യിൽ പിടിച്ചെടുത്ത് ഞാനോർത്ത് രാധിക അമ്മായി വേഗം ഒരു കഷ്ണം എടുത്ത് കൈ പിടിച്ചാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പൊ ഇത് ഇവിടെ ബാച്ച് ബാച്ചായിട്ട് ഇവിടെ ക്ലീനിങ്ങും അരിയലും ആണ് ഈ അടുക്കള നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? രാധി അമ്മായിയും ലക്ഷ്മി അമ്മായിയും സൂപ്പർവൈസേഴ്സ് ആണ് ഈ മുറിയിലെ. അവിടെ അവിടെ ഉണ്ട്. ശരിയാണ് ശരിയാണ്. ഓ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ അല്ലേ? ഓ അങ്ങനെ. അപ്പൊ ഇവരിവിടെ ക്ലീൻ ചെയ്ത് ഇട്ടു. കണ്ട ഇവിടെ ഇവിടെ നിന്നാണ് കണ്ട കണ്ട വർക്ക് പ്ലേസ് കണ്ട ഇവിടെ ക്ലീനിങ് ആണ് ആന്റി, പെരിഞ്ഞ ക്ലീനിങ് അല്ലേ? അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ അരിയൽ, ഇവിടെ അരിയൽ. അത് തന്നെ ഇവിടെ വേറെ തരം അരിയൽ. പല ആൾക്കാരുടെയും സൗകര്യത്തിനനുസരിച്ചുള്ള അരിയലാണല്ലേ? ചില ആൾക്കാർ ഇവിടെ മറ്റേ സ്ലൈസർ വെച്ച്, ചില ആൾക്കാർ ചോപ്പിംഗ് ബോർഡ്, ചില ആൾക്കാർ മറ്റേ ഫിംഗർ കെയറും ഇല്ല, കയ്യിലും ഇല്ല. എന്തോ ഇത് മാത്രല്ല എന്റെ ഭർത്താവ് അവിടെ പണിയെടുക്കുന്നുണ്ട്. അതെ അച്ഛൻ അതുകൊണ്ട് നമ്മൾ സിനിമയിൽ ജനാർദ്ദനം പറയില്ലേ, സിനിമയിലെടുത്തു അച്ഛനെ സംഘത്തിലെടുത്തു. അതായത് ഒരേ ഒരു അന്തരി സംഘത്തിന്റെ മെയിൻ ആണല്ലേ? അപ്പൊ ഇതാണ് ഇവിടത്തെ മെയിൻ പരിപാടി. ഉണ്ട് അവിടെ നിന്നെല്ലാം അരിഞ്ഞ് ഈ അടുക്കളയിലേക്ക് എത്തുമ്പോൾ ആന്റിമാര് ഇവിടെ അടുത്ത ഫ്രൈസ് പൊരിഞ്ഞു വറുക്ക ഇതേണ്ട കാര്യമായിട്ട് ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ ഇത് അല്ലേ അമ്മേ? ഇത് വിറ്റ് കഴിയുമ്പോ കോടീശ്വരം വരാമോ നിങ്ങളൊക്കെ? ഇപ്പൊ നമ്മുടെ വൈകുന്നേരം പറഞ്ഞാല് അമ്മ അല്ലേ ഇത് വിറ്റിട്ട് വേണം നമുക്ക് കോടീശ്വരനാവാം. ചിപ്സ് എന്തുപ്പാ. അപ്പൊ അങ്ങനെ ഇവിടെ കണ്ട നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സാക്ട് ഓണം വൈബാണ്. ഏത് മൂഡ്? ഓണം മൂഡ്. കണ്ട 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 ഒരു തിരുവാതിരയുടെ കുറവ് മാത്രമേ ഉള്ളൂ. അതെ, അതും കൂടി ഇന്ത്യയുടെ കുത്തിക്കറ്റായിരുന്നു അല്ലേ? അതും കൂടി ഇന്ത്യയുടെ കുത്തിക്കറ്റായിരുന്നു അല്ല? ഇവരെ മറ്റേ കരയോഗം ഓണം സെലിബ്രേഷൻ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നതാണ് അല്ലെ? തിരുവാതിര ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ ഉണ്ടോ? എന്റെ അമ്മയാണ് അപ്പൊ റിട്ടയർ ആയത്. ചെറുപ്പക്കാരി. ആന്റിയോ? ഞാൻ ചെറുപ്പം, ഞാൻ കളിക്കാൻ പോകാറില്ല. ഞാൻ ചെറുപ്പമാണ്, പ്രായം പറയാൻ പറ്റണില്ല. എനിക്ക് അറിയില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നീ എന്തേ കയ്യിൽപ്പെട്ടു. ആന്റിക്ക് ഒരു നിമിഷം പെട്ടത് ചെറുപ്പക്കാരിയായിട്ട് പറയണോ? ഇല്ലാതുള്ളതാണ് എന്റെ. അമ്മ എന്താ ഡാൻസ് കളിക്കാത്ത?
നാളായിട്ട് കളിച്ചോണ്ട് നമ്മുടെ പാരമ്പര്യം കാക്കണ്ടേ. എനിക്ക് ഞാൻ എന്ത് സാധനം കുറച്ച് ചെയ്യണമെങ്കിൽ മട്ടിക്കും. ആ അതാണ് അപ്പൊ ഇതെന്ത് വയസ്സ്? ചെറുപ്പാണ്. മിനിമം 90 വയസ്സാണ് വയസ്സായിന്ന് പറയാം അല്ലേ? അതെ 16 വയസ്സാണ് പറയാൻ. ആരാണ് അമ്മായിയാണോ? 16 വയസ്സായി. അതെ അമ്മയുടെ സൗണ്ട് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച തൊട്ടിട്ട്. അല്ല ശനിയാഴ്ച തൊട്ടിട്ടല്ലേ അമ്മ? അമ്മ ഇവിടെ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ വീടിവിടെ മൊത്തം എല്ലാവരും ഭയങ്കര ഹെവി വർക്കിലാണ്. സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്ക് നമ്മൾ ഇന്ന് പോകും. ഓൺലൈൻ നമുക്ക് നാളെ നാരങ്ങേന്റെ പ്രോസസ് അല്ല ഈ നാരങ്ങയില്ല എന്തായാലും പേര് അച്ചാറിന്റെ പ്രോസസ്സ് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇല്ലാണ്ടായിപ്പോ. ഞങ്ങൾ നാളെ ഇന്ന് പോവല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലിവിടുത്തെ പൊരിഞ്ഞ ഓണം വൈബാണിത്. എല്ലാരും കൂടെ ഒത്തുപിടിച്ച് 31-ാം തീയതി ഒരു പൊളി പൊളിക്കും അല്ലേ? പിന്നല്ല 31-ാം തീയതി ശരി ഉണ്ടാവും. ഞാനുണ്ടാവും. അപ്പൊ നമ്മൾ സുന്ദരികളായി നിൽക്കോ. ഓക്കെ അമ്മ അച്ഛനെ പിടിക്കും. അച്ഛാ അച്ഛൻ സംഘത്തിനെ പറ്റി രണ്ടു വാക്ക് പറയാ. ഭാര്യയുള്ളതുകൊണ്ട് സംഘം നടന്നു പോകുന്നു. അച്ഛൻ മറ്റേ ഓടും മറ്റേ അല്ലേ അമ്മ ഓൺലൈൻ മാധ്യമക്കാരെ കണ്ട സെലിബ്രിറ്റീനെ പോലെയാണ് അച്ഛൻ. ഒരൊറ്റ ഓട്ടമാണ് ഇവിടെ നിന്ന് കളിയില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ അടിപൊളി ഓണം വൈബിട്ട. നല്ല രസമാണ് മൊത്തത്തിൽ. നമുക്ക് യൂഷ്വലി ഒരു ഓണത്തിനും ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല. ബിക്കോസ് സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യം പരീക്ഷയും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ യൂഷ്വലി വരാറില്ല ഓണത്തിന്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ രസങ്ങൾ. ഞാനും വാവയും മോസ്റ്റ്ലി ഞങ്ങൾ വീണ്ടും ഈ ആഴ്ച ഒന്നും കൂടി വരും കേട്ടോ. അത് ഞാൻ വരുമ്പോഴത്തേക്കും ഒരു ചെയ്യാം. എന്തിനാണ് ഒരു 95% ഞങ്ങൾ ഈ ആഴ്ച വീണ്ടും വരും. ഞാനാണ് വരുന്നത്, എൻ്റെ ആവശ്യത്തിനാണ് വരുന്നത്. പക്ഷേ ഓണം സെലിബ്രേഷൻ ഉണ്ട് ഇവിടെ 31-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും വരുന്നു, അവൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ അവളെയും കൂടി കൊണ്ടുപോരും. ഇവിടെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തിയേക്കാണ്. അതായത് ഞായറാഴ്ച കയറി തിങ്കളാഴ്ച എത്തി ഞാൻ. ചൊവ്വാഴ്ച ഇവിടുന്ന് തിരിച്ചു പോയി. നാളെ ബുധനാഴ്ച അവിടെ എത്തും. വീണ്ടും ഞാൻ വെള്ളിയാഴ്ച ഇങ്ങോട്ട് തിരിച്ചു കയറുന്നതാണ്. വീണ്ടും ശനിയാഴ്ച വരും. എന്നിട്ട് ഞാൻ ഞായറാഴ്ച തിരിച്ച് വീണ്ടും പോയിട്ട് തിങ്കളാഴ്ച. അതായത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ 2 ട്രിപ്പാണ് അടിക്കുന്നത്. ബട്ട് ഐ ലവ് ഇറ്റ് ബിക്കോസ് ഐ കം ഫോർ വർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ അപ്ഡേറ്റുകൾ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം പാക്ക് ചെയ്യാനുണ്ട്. പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ കുറച്ചധികം സാധനങ്ങളായിട്ടാണ് വന്നത്. പക്ഷെ തിരിച്ച് കൊണ്ടുപോകാൻ അതിനേക്കാളും കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ PR ബോക്സിൽ ഇന്നലത്തെ ഞാൻ ബ്രാൻഡിൻ്റെ PR ബോക്സ് ഉണ്ട്. അച്ഛനും അമ്മയും നമുക്ക് ഓണക്കോടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാവയ്ക്ക് വാങ്ങിച്ചു അതും സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മിക്കവാറും കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ പാക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിവിടെ വെച്ചിട്ട് പോകും. ബിക്കോസ് നമ്മൾ എന്തായാലും ഈ വീക്കെൻഡ് വരുമല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി പാക്ക് ചെയ്യട്ടെ. അതാണ് ഏറ്റവും അത്യാവശ്യം. യെസ് ആൾക്കാരെ, അപ്പം നമ്മൾ ഈ പെട്ടിക്കകത്ത് ഇതാണ് എൻ്റെ പെട്ടി. ഈ പെട്ടി നിറഞ്ഞു കവിഞ്ഞാണ് നമ്മൾ വന്നത്. സോ നമ്മളത് അതിൻ്റെ അത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബിക്കോസ് ഈ ആഴ്ച പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേറെ നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഈ ഡ്രസ്സ് എന്തിനാ ഇതിട്ടിട്ടാണോ നീ പോണേ? തണുക്കില്ലേ നിനക്ക്? ഇല്ല. നമ്മളുടെ ഈ ഒരു പെട്ടിയും ഉണ്ട്, ഈ കണക്കാക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് ഈ പെട്ടിക്കത്താക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. യെസ്, അതാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഇനിയും ഉണ്ട് സാധനങ്ങൾ. അതായത് അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ മിക്കവാറും കൊണ്ടുവന്ന ഉടുപ്പുകൾ മുഴുവൻ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ മേക്കപ്പ്, ഹെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അമ്മയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. മിക്കവാറും നമ്മൾ വേറൊരു ബിഗ് ഷോപ്പറായിട്ട് എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വലിയ ടാസ്ക് അല്ല, ചെറുതൊക്കെ ചെറുതാണ്. അതായത് വാവയുടെ ഡ്രസ്സൊക്കെ കവർ കാണുന്ന പോലെ അത്ര വലുതൊന്നും അല്ലല്ലോ, ചെറിയ സംഭവമല്ലേ. അപ്പം നോക്കട്ടെ, പാക്ക് ചെയ്ത് നോക്കട്ടെ എത്രത്തോളം സ്കില്ല് എനിക്കുണ്ട് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മളുടെ ഡ്രസ്സും അതിൻ്റെ PR ബോക്സും പുതിയ സാധനങ്ങളും ഓണക്കോടിയും ഒക്കെ അവിടെ വെച്ചു. ഇനി ഈ സൈഡിലേക്ക് നമുക്ക് ഇനി അമ്മയുടെ ഡ്രസ്സ് വയ്ക്കാനുണ്ട്. ഓൾസോ മേക്കപ്പ് പൗച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു. ഈ ഡ്രസ്സ് വാവയുടെയും എൻ്റെയും. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ കൊണ്ടുപോകണില്ല ബിക്കോസ് നമ്മളിനി വരുന്നത് കൊണ്ട്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വേണമല്ലോ, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേണം. അപ്പോൾ അതുവരേക്കും എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കി ഈ ഡ്രസ്സുകൾ ഇവിടെ വെക്കുകയാണ്. പിന്നെ ഒരു കവറിൻ്റെ അകത്ത് ഇതൊക്കെ സ്നാക്സ് ആണ് കേട്ടോ. ഇപ്പം നമ്മളിവിടെ നിന്ന് വാങ്ങിയ ചർക്കവട്ടി സ്നാക്സുകളും കാര്യങ്ങളും. പിന്നെ ചെരുപ്പ് ഒരു കവറിലിട്ട് എടുക്കുകയാണ് ചെയ്യുക. ബാക്കി അത്രയേ ഉള്ളൂ. പോവാം, നമുക്ക് താഴെ പോകാം, ചായ കുടിക്കാൻ പോവാം.
ഷൂസ്, വാവയുടെ ഷൂസ് കാണിച്ചെടുക്കാം കേട്ടോ. അയ്യോടി ഇതേ കണ്ട, വാവയുടെ ഷൂസാണ്, ന്യൂ ഷൂസ് അല്ലേ പനുമ? ഓ, ഇതിനൊരു അവസാനമില്ലാത്ത കൗണ്ടിങ് ആയിപ്പോയത്. യെസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഏകദേശം സംഭവങ്ങൾ കഴിഞ്ഞു. വരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പോയിട്ട് ചായ കുടിക്കണം. ഇനി മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇറങ്ങാൻ നേരത്ത് കാണാം. ഓക്കെ, ഹലോ എവറിബഡി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ 7:35 നമ്മളുടെ റിട്ടേൺ ട്രെയിനാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഇസ് ഡിലേഡ് ബൈ 2 hours. അതാണ് അവസ്ഥ. more than 2 hours, 2 hours 6 minutes. അതാണ് നമ്മളുടെ സത്യം. സോ ലിറ്റിൽ ബിറ്റ് അനോയിങ്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്, ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എല്ലാ ട്രെയിനുകൾക്കും പോകാൻ അനുവദിച്ചിട്ട്, അതായത് റെഗുലർ ട്രെയിനുകളെ പോകാൻ വിട്ടിട്ട് ശേഷമേ സ്പെഷ്യൽ ട്രെയിൻസ് പോകുള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ സ്പെഷ്യൽ ട്രെയിൻസ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. റെഗുലർ ട്രെയിൻസിന് കൺസിഡറേഷനും സ്പെഷ്യൽ ട്രെയിന് നോ കൺസിഡറേഷനുമാണ്, വിച്ച് ഇസ് ലിറ്റിൽ സാഡ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 8 മണി കഴിഞ്ഞില്ലേ, കറക്റ്റ് 8 മണിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ 9:30 കഴിഞ്ഞിട്ട് നമ്മളുടെ ട്രെയിൻ വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഫുഡൊക്കെ പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ വെറുതെ ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 8 മണി കഴിയുമ്പോഴത്തേക്കും സാവി വിളിക്കും. സാവി വിളിച്ചിട്ട് സാവി വരും. ബിക്കോസ് ഞാൻ മാത്രം ഈ പ്രാവശ്യം വരാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. പക്ഷേ അമ്മയും വാവയും പിന്നെ ജോയിൻ ചെയ്തതായതുകൊണ്ട് അമ്മയുടെ ട്രെയിൻ, അമ്മയുടെ കമ്പാർട്ട്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അമ്മ B7-ഉം അമ്മ B2-ഉം ഞാൻ B7-ഉമാണ്. അപ്പോൾ നമുക്ക് 2 പേര് വേണ്ടി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ സാവി വരും, അച്ഛൻ വരും, എന്നിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ ഓരോടത്ത് വിടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ 2 പേരുടെ കയ്യിൽ ബാഗ് കൊണ്ട്, കുട്ടിയുണ്ട്, ചട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതെ. അപ്പോൾ ഞങ്ങളങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ റെഡിയായിട്ട് കാത്തിരിക്കുന്നത് അതൊട്ടും ഇഷ്ടമല്ല. പക്ഷേ അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർക്ക് പറയാൻ പറ്റില്ലല്ലോ, ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിനല്ലേ വരുള്ളൂ. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പോകാൻ പറ്റുമായിരിക്കും, പോവും, ഇന്നലെ പോകും. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ പോയി എപ്പോഴെങ്കിലൊക്കെ എത്തും. അതൊക്കെയാണ് ഒരു പ്രശ്നം. നാളെ ശരിക്കും 7 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. എന്ത് കഷ്ടം നോക്കി, ടു ഹൊറിബിൾ. ഹലോ എവറിബഡി, നമ്മളുടെ ട്രെയിൻ ലേറ്റായി ട്രെയിൻ വന്നത് 10:15 നമ്മുടെ ട്രെയിൻ വന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. സാവി വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടാ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അച്ഛനും സാവിയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും 2 കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് 2 പേരെയും കൊണ്ടുവന്ന് ഓരോരോ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി തന്നു. ഒരു 1/4 മണിക്കൂർ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് സാഹസികമായി കയറിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ വ്ളോഗ് മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാം, കിടന്നുറങ്ങാൻ വേണ്ടി പോകാം. ബിക്കോസ് ഇപ്പോൾ സമയം കഴിഞ്ഞിട്ട് 10:35 ആയി. 10:15 or 17 ട്രെയിനിലാണ് നമ്മൾ കയറിയത്. പിന്നെ നമുക്ക് ബാംഗ്ലൂർ കാണാം.